ഈ പറയണ ശ്രീജ എന്ന് പറയണ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, എപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം ഈ ജീവിതം എന്ന് പറയണത് നരകമാണ്, എൻ്റെ ജീവിതം നരകമാണ് എന്ന് പറയും. നരക തുല്യമായിട്ട് ഒരു ജീവിതങ്ങളും ഇല്ല. നമ്മൾ തന്നെ നമ്മളെ ജീവിതം എന്ന് പറയണത് സ്വർഗമാക്കി മാറ്റലാണ്. നമുക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. മറ്റുള്ളവരുടെ കുടുംബം യാതൊരു കാര്യവും ഇല്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ഇതുപോലുള്ള ആളുകളുടെയൊക്കെ കുടുംബത്തിൽ കയറി കളിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ഉമ്മമാരുണ്ട്. ഇപ്പം ഞാനിപ്പം നജിലേനെ റിയാക്ട് ചെയ്യുന്ന അതുകൊണ്ട് എന്നെ പറയുന്നെന്ന് പറയാം. പക്ഷേ ഈ ഷിയാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആരെ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അപ്പം അയാളുടെ ഉമ്മ ഉണ്ട്, അയാളുടെ ഭാര്യയുണ്ട്, ഇവരൊക്കെ ഒഴുക്കുന്ന കണ്ണീരുകൾ കാണും. ഈ കണ്ണീരിൻ്റെയൊക്കെ ഫലം ഇങ്ങനെ നരകതുല്യമായ ജീവിതമായിട്ട് ഇങ്ങനെ വരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമ്പത്തില്ല, എനിക്ക് യാതൊന്നും തന്നെ, എനിക്ക് മുന്നോട്ട് തിരിഞ്ഞു നോക്കിയാലും പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാലും എനിക്ക് കയറി കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല, എനിക്കൊരു കക്കൂസില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എത്രയോ മനുഷ്യരുടെ മനസ്സിലാണ് എനിക്ക് സ്ഥലം കിട്ടിയിരിക്കുന്നത്. എൻ്റെ ജീവിതം നരകമൊന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ മക്കളും കുടുംബവും കുട്ടികളായിട്ട് ഇവരിനി എത്ര അവിഹിതം എൻ്റെ നേരെ 1000 തവണ ഒരു കള്ളം സത്യമാണ് എന്നവർ വാദിച്ചാലും എനിക്കെൻ്റെ മനുഷ്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ മനുഷ്യന്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തോ ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നറിയും. എൻ്റെ സ്വർഗമാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ജീവിച്ച് കാണിക്കുന്ന ഒരാളാണ്. എനിക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞോ, എനിക്കൊരു അസുഖം വന്നാലോ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ, അയ്യോ അവിടെ മൂത്രമൊഴിച്ചോ എന്തോ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ദുഃഖം എനിക്കില്ല. കാരണം എന്താണ്, എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്. അത്രയും സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ട്, ലൈവല്ല വീഡിയോ, മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം ആ രീതിയിലൊന്നും ആവൂല. എൻ്റെ സ്വർഗ്ഗമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന പുള്ളിക്കാരി അവൾ 100 വട്ടം പറയണ ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ ലോകം, ഈ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര നരകതുല്യമാണ്. സ്വർഗ്ഗതുല്യമാവാൻ വേണ്ടിയിട്ട് പടച്ചിറപ്പിൻ്റെ അടുത്ത് ദുആ ചെയ്യുന്നതിന് വരെ ഒരു തെറ്റും ചെയ്യാത്തവൻ്റെയൊക്കെ തോളത്ത് നിന്ന് കയറുമ്പോൾ ആ ഉമ്മമാരെയൊക്കെ ശാപം എവിടെ ചെന്ന് അവസാനിക്കാനാണ്?